സാറ് ഇനി ഫ്യൂച്ചറിൽ നമ്മുടെ ഈ പ്രസ്ഥാനത്തെ ഡെവലപ്പ് ചെയ്യാൻ സാർ എന്തൊക്കെയാണ് എന്തൊക്കെ ഐഡിയയാണ് സാറ് മനസ്സിൽ വെച്ചിട്ടുള്ളത്? ഐഡിയ അത് ഡെവലപ്പ് ചെയ്യണമെന്നുള്ള ഇപ്പോൾ ഒരു ഡെവലപ്പിംഗ് സ്റ്റേജിലാണ് ഇത്. കാരണം മുമ്പുള്ളതിനേക്കാളും കൂടുതൽ നല്ല രീതിയിൽ അത് മുന്നോട്ട് പോവുകയാണ്. അതിനെപ്പറ്റി ഞാൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിന് ഈ എന്താ പറയുന്നത്, ഇഞ്ചക്ഷൻ മോൾഡ്, അതിന് കുറച്ച് ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്. ഇഞ്ചക്ഷൻ മോൾഡ് ഇപ്പോൾ ഹാൻഡ് മെയ്ഡാണ് മൊത്തം, ഇപ്പം ചെയ്യുന്നതെല്ലാം ഹാൻഡ് മെയ്ഡാണ് ജോബ്സാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ ഇഞ്ചക്ഷൻ മോൾഡ് എന്നും പറഞ്ഞൊരു സിസ്റ്റമൊക്കെ ഉണ്ട് ഫൈബറിൽ. പുതിയ മെഷീനറി അത് ഓട്ടോമാറ്റിക് ഇഞ്ചക്ട് ചെയ്ത് കൊടുത്താൽ മതി. അങ്ങനെയുള്ളൊരു സിസ്റ്റം, അതിൻ്റെ ടെക്നോളജി അങ്ങനെയാണ്. അത് അതിൻ്റെ മോൾഡ്, അതിൻ്റെ ഡൈ എന്ന് പറയുന്നത് അതെല്ലാം കുറച്ച് കോസ്റ്റ്ലിയാണ്. അപ്പോൾ അതിന് അതിൻ്റെ ഒരു ചെറിയ സ്റ്റഡിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ മറ്റ് ഈ സപ്ലൈ ഉള്ള നമ്മുടെ കസ്റ്റമേഴ്സും നല്ല കുറേ വലിയ കസ്റ്റമേഴ്സിനെ അപ്രോച്ച് ചെയ്യണമെന്നുള്ളൊക്കെ ഐഡിയയിലിരിക്കുക. ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. സാർ, ഇത്രയും നാളത്തെ വളരെ തിരക്കേറിയ ഒരു ജീവിതം, വളരെ കാര്യം വെച്ചാൽ ഒരു റെസ്റ്റ് ഇല്ലാത്തൊരു ജീവിതം, കാര്യം ജീവിതത്തിൻ്റെ യാത്രയുടെ ഇടയിൽ കാര്യം ഒരു സാംസ്കാരിക രംഗത്തും സാമൂഹിക രംഗത്തും പ്രവർത്തിക്കുന്ന ഒരാളും കൂടെ ആകുമ്പോൾ അതിനും ഉണ്ടാവില്ല. ഇത്രയും നാളത്തെ ജീവിതത്തിൽ നിന്ന് സാറ് തിരിഞ്ഞു നോക്കുമ്പോൾ എന്താണ് സാറിൻ്റെ മനസ്സിൽ കിട്ടുന്ന ഒരു അനുഭൂതി? എന്താ സാറിൻ്റെ മനസ്സിൽ കിട്ടുന്ന ഒരു ഫീലിങ്സ്? ഞാൻ സന്തുഷ്ടനാണ്. ഒന്ന്, കാരണം എൻ്റെ ആ ഒന്നുമില്ലാതെ ആ നാട്ടിൽ നിന്ന് വന്ന ആ സ്റ്റേജ്, അതെല്ലാം എനിക്ക് ഇപ്പോഴും നല്ലപോലെ ഓർക്കുന്നുണ്ട്. വെറും 55 രൂപയായിട്ടാണ് എനിക്ക് അമ്മ തന്നത് പഞ്ചാബിലേക്ക് ടിക്കറ്റ് എടുക്കുക. അന്ന് 40-42 രൂപയായിട്ടുള്ള ടിക്കറ്റ്, 10 രൂപ 15 രൂപ ചിലവിനും. അതും കൊണ്ടാണ് ഞാൻ നാട് വിടുന്നത് ആക്ച്വലി. അതിപ്പോൾ അത് എല്ലാവരുടെയും സ്റ്റേജ് അത് തന്നെ അന്നത്തെ പൈസയുടെ ഇത്. പക്ഷേ ഞാൻ ആ ഒന്നുമില്ലായിരുന്ന ആ ഒന്നുമില്ലാതെ ഞാൻ നാട് വിട്ടിട്ട് അവിടെ വന്നു. ഇന്ന് ഈ സ്റ്റേജിലെത്തി. ഇന്ന് ഞാൻ വലിയവനെന്നല്ല ഞാൻ പറയുന്നത്, ഏത് സ്റ്റേജാണോ അവിടെ ഞാൻ എത്തി. ഇതിൽ ഞാൻ ഭയങ്കരമായിട്ട് സന്തുഷ്ടനാണ്. കാരണം ഇത് ഒന്നാമത് ഞാൻ ഒരു അറ്റ്ലീസ്റ്റ് ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് ഞാൻ അറിയപ്പെടുന്ന ഒരു വ്യക്തിയായി. പണം കൊണ്ടല്ല, മനുഷ്യത്വത്തിൻ്റെ പേരിൽ. എൻ്റെ പണം കൊടുത്താൽ കിട്ടാത്ത അതാണ് എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ എൻ്റെ സാഫല്യം, അല്ലെങ്കിൽ എന്താ പറയുന്നത് അച്ചീവ്മെൻ്റ് എന്ന് പറയുന്നത്. തീർച്ചയായും അതിലാണ് ഫൈനാൻസ് സെക്കൻഡറി. സർ, ഇത്രയും നാളത്തെ ഞാൻ ഒരു എംപ്ലോയി എന്ന നിലയിലും ഒരു വ്യവസായി എന്ന നിലയിലും സാർ ഒരുപാട് അനുഭവങ്ങൾ സാറിൻ്റെ ജീവിതത്തിൽ കടന്നു വന്നിട്ടുണ്ട്. പുതുതായിട്ട് ഇവിടെ സാറ് പറഞ്ഞ പോലെ നമ്മുടെ ഇവിടുത്തെ യൂത്ത്, നമ്മുടെ യുവതലമുറ പുതുതായിട്ട് എന്തെങ്കിലും ഒരു ബിസിനസ് ചെയ്യാനായിട്ട് സാറിൻ്റെ മുമ്പിലേക്ക് വരികയാണ്. ഒരു സക്സസ്ഫുൾ ബിസിനസ്സുകാരനാവണമെങ്കിൽ സാറിൻ്റെ ഇത്രയും നാളത്തെ ഒരു എക്സ്പീരിയൻസ് കൊണ്ട് സാർ എന്ത് അഡ്വൈസ് ആയിരിക്കും അവർക്ക് കൊടുക്കുന്നത്? മൊത്തത്തിൽ ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ എഡ്യൂക്കേറ്റഡായ കുട്ടികളാരും ഒരു ബിസിനസ് മെൻറ്റാലിറ്റിയോട് കൂടി മുന്നോട്ട് വരാറില്ല. അവർ എല്ലാം ഒരു, അതായത് കമ്പ്യൂട്ടർ ഫീൽഡ്, മാർക്കറ്റിംഗ് ഫീൽഡ്, IT മേഖലയിലേക്ക് തിരിയുന്ന ഒരു സ്വഭാവമാണ്. ബിസിനസ്സുകാരൻ ആകാൻ വളരെ ചുരുക്കം ആൾക്കാരെ റിസ്ക് എടുക്കാൻ തയ്യാറില്ല. അതാണ് എൻ്റെ കറക്റ്റ്. റിസ്ക് എടുക്കാൻ പിന്നെ അത് ഒരു ബിസിനസ് നമ്മൾ തുടങ്ങണമെന്നുണ്ടെങ്കിൽ ആദ്യം അതിനെപ്പറ്റി സ്റ്റഡി ചെയ്യണം. അതിന് കുറേ സമയമെടുക്കും. അതിനെ ഡെവലപ്പ് ചെയ്യാനുള്ള അതെല്ലാം നമ്മൾ സ്റ്റഡി ചെയ്തതിന് ശേഷം വേണം ഒരു ബിസിനസ് തുടങ്ങാനുള്ളത്. അതിൻ്റെ ഈ നേരത്തെ പറഞ്ഞത് അതിൻ്റെ റോ മെറ്റീരിയൽ അവൈലബിലിറ്റി, മാർക്കറ്റ് പോസിബിലിറ്റി, പിന്നെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി, അതെ, ഇതെല്ലാം നമ്മൾ നോക്കിയിട്ട് വേണം ചെയ്യണം. ഇത് കുട്ടികൾ അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ കോളേജിൽ നിന്ന് പിടിച്ചിട്ട് പോയി അവരെ എംപ്ലോയ് ചെയ്യുക. ഒരിക്കൽ ഒരു സ്ഥലത്ത് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവർ ആ ഫീൽഡിൽ നിന്ന് പിന്നെ ബിസിനസ്സിൻ്റെ ചിന്താഗതിയെ വരുന്നില്ല. ഇതുണ്ടെന്ന് പറയുന്നതെന്ന് പറഞ്ഞാൽ ചില ആൾക്കാർ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരുടെ വീട്ടിലുള്ള ആൺകുട്ടികളും വല്ലതും ആണെങ്കിൽ അതും വളരെ റെയറായിട്ടുള്ള കുട്ടികൾ മാത്രമേ തലമുറകളായി കൈമാറി വരുന്ന വ്യവസായ സംരംഭങ്ങളിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മുടെ നാട് നാളെ പൂർണ്ണമായിട്ടും ഒരു കുറച്ചു കാലം കഴിയുമ്പോൾ നമ്മുടെ വ്യവസായം നമ്മുടെ നിന്ന് മാറിപ്പോകുമോ സർ? വ്യവസായം നമ്മുടെ ഓരോ ബിസിനസ് രംഗത്ത് നിന്ന് നമ്മുടെ യുവതലമുറ സാധാരണ ഈ ബിസിനസ് അതെ ഈ വ്യവസായം നമുക്ക് ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടായിരിക്കും. കാരണം നമുക്കതിന് ആളിനെ കിട്ടത്തില്ല. തീർച്ചയായും ഇപ്പോഴ് ഉള്ള കുറച്ച്, ഇപ്പോൾ ഒരു നിസ്സാരമായ ഒരു കാര്യം എടുക്കുക, ഒരു വെൽഡർ. ഇവിടെ ഞാൻ ഈ താമസിക്കുന്ന സ്ഥലത്ത് തന്നെ പുതിയ ഒരു വെൽഡേഴ്സും ഇല്ല.
എല്ലാം 10, 20, 25 വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിൽ നിന്ന് വന്ന മലയാളികളെ പറ്റി ഞാൻ പറയുന്നത്. മനസ്സിലായി. അവർ ഇവിടെ വന്ന് ആ വെൽഡിങ് ഒരു വർക്ക്ഷോപ്പ് ഉണ്ട്, അത് നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അല്ല ഈ കുട്ടികളുടെ ആരും മക്കളോ അല്ലെങ്കിൽ അതോ ഈ ഫീൽഡിലേക്ക് ഒരിക്കലും ഒറ്റ എണ്ണത്തിൻ്റെ പോലും ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇതാ ഇവിടെ വെച്ച് തീരുക, നമ്മുടെ കയ്യിൽ നിന്ന് ഇത് പോവുക, അവസാനിക്കുക. ഇനി ഞാൻ പറയുന്നത് ഇപ്പോൾ ഒരു വെൽഡേഴ്സിനൊക്കെ ഉണ്ടല്ലോ, ഒരു എഞ്ചിനീയറിനെക്കാരും കൂടി ശമ്പളം കൊടുക്കേണ്ടി വരും 5 or 10 കൊല്ലം. അങ്ങനെയുള്ള ശരിക്കും നമ്മൾ വെറുതെ ചിരിച്ചു കളയാനുള്ള ഒരു വിഷയമല്ല, കാരണം അത്രയ്ക്കും വളരെ ഒരു ബുദ്ധിമുട്ടുള്ള കാലഘട്ടമായിട്ട് മാറിപ്പോവുകയാണ് സാർ. വളരെ കാരണം ഞാനൊരു ഈ കാര്യത്തിലേക്ക് നമ്മളിപ്പോൾ വന്നു, സാറിനെ കൊണ്ട് സാർ എല്ലാ കാര്യങ്ങളും പറഞ്ഞു. ഒരു കാര്യം കൂടെ ചേർന്ന് സാറിനോട് ഞാൻ ചോദിക്കണം, കാരണം ഇത്രയും നാളത്തെ ജീവിതത്തിനിടയിൽ സാർ കടപ്പാട് ആരോടെങ്കിലും ഒരു നന്ദി ആരോടാണ് സാറിനുള്ളത്? നന്ദി അങ്ങനെ ഒരു കടപ്പാട് എൻ്റെ അമ്മയോട് കടപ്പാടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അത് അമ്മയുടെ മരണത്തോടു കൂടി അത് അവസാനിച്ച്. എപ്പോഴും ഞാൻ എൻ്റെ കാര്യം എൻ്റെ അമ്മയും എന്നെ പഠിപ്പിച്ച അധ്യാപകനെ, അവർ രണ്ടുപേരും മരിച്ചു പോയെങ്കിലും അത് എന്നും രാവിലെ ഞാൻ അമ്മയുടെ കാലത്തൊട്ട് തൊടിയിട്ട് ഈ വീട്ടിൻ്റെ വെളിയിൽ ഇറങ്ങാറ്, അത് സത്യം. അതുപോലെ തന്നെ എന്നെ ഗുരുനാഥൻ. ഇതൊക്കെ കൊണ്ടായിരിക്കും ഒരു പക്ഷേ എനിക്ക് എത്രയും വലിയവനല്ലെങ്കിൽ പോലും ഒരു സുഖമായിട്ട് മനസ്സിന് സുഖമായിട്ട് ജീവിക്കത്തക്ക ഒരു സ്റ്റേജിൽ ഞാൻ എത്തിച്ചേർന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വളരെ സന്തോഷം സാർ, കാരണം വളരെ ലളിതമായ മറുപടി. വളരെ കാര്യം സാറുമായിട്ട് കുറച്ച് നേരം ഇത്രയേറെ സംസാരിച്ചിരുന്നപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് സമയം പോയത് അറിഞ്ഞില്ല. കാരണം സാറിൻ്റെ ജീവിത അനുഭവങ്ങളിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിഞ്ഞു. അത് പ്രേക്ഷകർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഇതിൽ മാതാപിതാ ഗുരു ദൈവം 3 കാര്യം. കാരണം എന്ന് വെച്ചാൽ മാതാവിനെ, പിതാവിനെ, ഗുരുവിനെ, ദൈവത്തെ 4 കാര്യങ്ങളിൽ നിന്നാണ് നമ്മൾ ഇവർ 4 പേരെയും ബഹുമാനിച്ചിട്ടുള്ള ജീവിതം ഏതൊരു വ്യക്തിക്കും സന്തോഷവും സമാധാനവും കിട്ടുമെന്നുള്ളതാണ്. ഒരുപാട് ഉയരങ്ങളിലേക്ക് അമ്മ ഫൈബർ ഗ്ലാസിനും സാറിനും ഒരുപാട് അനുഗ്രഹങ്ങൾ ദൈവം വാരിക്കോരി കൊടുക്കട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. എൻ്റെ ജീവിതത്തിലുള്ള അനുഭവങ്ങളെപ്പറ്റി ഇവിടെ കേരള വിഷനിൽ കൂടെ അവതരിപ്പിക്കാൻ എനിക്കൊരവസരം തന്നതിൽ കേരള വിഷനോട് ഞാൻ കടപ്പെട്ടവനാണ്. ഞാനും എൻ്റെ കുടുംബവും കടപ്പെട്ടവനാണ്. നന്ദി, നമസ്കാരം. ഇനി ഈ എപ്പിസോഡിലെ ചോദ്യം, ഒക്ടോബർ 2 ആരുടെ ജന്മദിനമാണ്? ചോദ്യം ഒരിക്കൽ കൂടി, ഒക്ടോബർ 2 ആരുടെ ജന്മദിനമാണ്? ഞങ്ങളെ വിളിക്കേണ്ട ഫോൺ നമ്പർ 0484231778 അല്ലെങ്കിൽ 83. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 0484231778 അല്ലെങ്കിൽ 83.